പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല നിർമ്മാണത്തെ എതിർക്കുന്ന കൃഷിവകുപ്പ് റിപ്പോർട്ട് പുറത്ത്. ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് നിരസിച്ചത് കൃഷിവകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ്. ഭൂമി ഇപ്പോഴും കൃഷിക്ക് അനുയോജ്യമാണെന്നും കൃഷി ഓഫീസറുടെ കണ്ടെത്തൽ. 24 എക്സ്ക്ലൂസീവ്. വൻകിട മദ്യനിർമ്മാണശാലയ്ക്കായി ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ റവന്യൂ വകുപ്പ് നിരസിച്ചത് കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ്. ഈ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഡാറ്റാ ബാങ്കിൽ നിന്ന് പദ്ധതി പ്രദേശത്തെ ഒഴിവാക്കണമെന്ന അപേക്ഷ 5 മാസം മുൻപ് തന്നെ കൃഷി വകുപ്പ് തള്ളി. 2008 വരെ ഈ ഭൂമിയിൽ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ തരിശു കിടക്കുകയാണ്. എന്നാൽ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഭൂമി തരം മാറ്റി നൽകരുത് എന്ന് എലപ്പുള്ളി കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകി. 2024 ഓഗസ്റ്റ് 29-നാണ് എലപ്പുള്ളി കൃഷി ഓഫീസർ RDOയ്ക്ക് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി തരം മാറ്റാനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ പാലക്കാട് RDO തള്ളിയതിനൊപ്പം അനധികൃത നിർമ്മാണം നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കൃഷി വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് CPIM ആവർത്തിക്കുന്നത്. CPI ഭരിക്കുന്ന 2 വകുപ്പുകളിൽ നിന്നുള്ള എതിർപ്പ് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാനാകുമെന്നാണ് CPIM കരുതുന്നതും. എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള CPIയുടെ എതിർപ്പ് കൂടുതൽ പരസ്യമാവുകയാണ്. റവന്യൂ വകുപ്പിന് പിന്നാലെ കൃഷി വകുപ്പിന്റെ എതിർപ്പും പുറത്തു വന്നു കഴിഞ്ഞു. ഇനി 19-ന് നടക്കുന്ന LDF യോഗം നിർണായകമാണ്. അതേസമയം നിയമങ്ങൾ പാലിച്ചു മാത്രമേ മുന്നോട്ട് പോകൂ എന്ന CPM നേതാക്കൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ ഈ 2 എതിർപ്പും എങ്ങനെ മറികടക്കും എന്ന ചോദ്യവും നിർണായകമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.